സൂര്യനെ പിന്തുടർന്ന് സഞ്ചരിക്കുന്ന ഒരു സാധനമാണ് ചന്ദ്രൻ എന്ന ഖുർആനിലെ പ്രസ്താവം ഇന്ന് ശാസ്ത്രബോധമുള്ള ആളുകൾക്ക് ചിരിക്കാൻ വക നൽകുന്ന ഒരു കോമഡിയാണ്. സൂര്യൻ എവിടെ കിടക്കുന്നു, ചന്ദ്രൻ എവിടെ കിടക്കുന്നു? നമുക്കറിയാം, ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ കൂടെ ഭൂമിയെ ചുറ്റിക്കൊണ്ട് ഒപ്പം നടക്കുന്ന ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ്. എന്നാൽ സൂര്യൻ എന്ന് പറയുന്നത് എത്രയോ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് ഉള്ള വലിയൊരു നക്ഷത്രമാണ്. ആ നക്ഷത്രം നമ്മുടെ ഈ ചെറിയ ഭൂമിയുടെ മേലെ കൂടെ അങ്ങനെ സഞ്ചരിക്കുകയോ ഭൂമിയെ ചുറ്റുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് ആ നക്ഷത്രം ഗാലക്സിയിൽ എവിടെയോ ചുറ്റിക്കറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ സൂര്യൻ എന്ന നക്ഷത്രത്തിന് ചുറ്റും വട്ടം കറങ്ങുന്ന ഒരു ചെറിയ ഗോളത്തിലാണ് താമസിക്കുന്നത്. ആ ഗോളമാണ് ഭൂമി. ആ ഭൂമിയെ ചുറ്റുന്ന ഒരു ചെറിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ആ രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു 6-ാം നൂറ്റാണ്ടിലെ അറബി ആ മരുഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് സൂര്യൻ ഇങ്ങനെ ഒരു റൂട്ടിൽ കൂടെ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ അതിനെ പിന്തുടർന്ന് സഞ്ചരിക്കുന്നു. ഖുർആനിൽ തന്നെ മറ്റൊരു അധ്യായത്തിൽ, യാസീൻ എന്ന് പറയുന്ന അധ്യായത്തിൽ, ഈ സൂര്യനും ചന്ദ്രനും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവ പരസ്പരം എത്തിപ്പിടിക്കുന്നില്ല, ഓവർടേക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പരസ്പരം എത്തിപ്പിടിക്കാൻ പറ്റാതെയും ഓവർടേക്ക് ചെയ്യാതെയും ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് സാധനങ്ങളാണ് സൂര്യനും ചന്ദ്രനും എന്ന് അന്നത്തെ മനുഷ്യർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയെന്ന് മേനി പറയുന്ന ഒരു ദൈവം ഈ മാതിരി വിഡ്ഢിത്തം പറയാൻ യാതൊരു സാധ്യതയും ഇല്ല. ഇനി സൂര്യൻ ചന്ദ്രനെ എത്തിപ്പിടിക്കുന്നില്ല എന്ന് പറഞ്ഞതും അബദ്ധമാണ്. ഇനി ആ അർത്ഥത്തിലാണെങ്കിൽ പോലും ഒരേ റൂട്ടിലൂടെ രണ്ടും സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ആ സഞ്ചാരത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും ആ പറഞ്ഞത് അബദ്ധമാണ്. കാരണം സൂര്യനും ചന്ദ്രനും പരസ്പരം എത്തിപ്പിടിക്കുകയും ഓവർടേക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് സൂര്യഗ്രഹണം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതും ഈ അള്ളാഹുവിനോ മുഹമ്മദിനോ അറിയുമായിരുന്നില്ല.